1.3K വ്യൂസ്. ഞാൻ പൊട്ടന് ലോട്ടറി അടിച്ചൊരു രീതിയിലായിപ്പോയി. കാരണം ഞാൻ അവിടെ തൊട്ടാണ് എൻ്റെ ഈ മിസ്റ്റേക്ക് ചെയ്യാൻ തുടങ്ങിയത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഞാൻ ഈ പറയാൻ പോകുന്നത് പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയവരോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ഒരിക്കലും യൂട്യൂബിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു രീതിയാണ്. എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിനെ പറ്റിയിട്ട് യാതൊരുവിധ ABCDയും എനിക്കറിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. ഡെയിലി 2 ഷോർട്സ്, 1 ലോങ് വീഡിയോസ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അത് അത്ര എളുപ്പ പരിപാടിയല്ല മക്കളെ. അപ്പോൾ 2 ഷോർട്സ് ഒക്കെ ഇട്ടു. ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇടുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ കയ്യിലുള്ള കുറച്ച് ഡാൻസ് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇട്ടു. 100, 120, 130 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് 1 2 ഇങ്ങനെ കൂടിയാലായി, അത്രയേ ഉള്ളൂ. ആ ഒരു സമയത്ത് മോളുടെ ഒരു ഡാൻസ് വീഡിയോ പെട്ടെന്ന് ഒരു 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം തന്നെ 1.3K വ്യൂസ്. ഞാൻ പൊട്ടന് ലോട്ടറി അടിച്ചൊരു രീതിയിലായിപ്പോയി. കാരണം നമ്മുടെ വീഡിയോ കാണാൻ 1300 ആൾക്കാർ, അതും യൂട്യൂബിൽ. അത്രയും ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഷോർട്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഒരു ഷോർട്സിൽ ലാലോടിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോ. ജസ്റ്റ് എ സെക്കൻഡ് 6K. അതിങ്ങനെ കയറി 46K അതിലൊക്കെ എത്തി. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു. ജസ്റ്റ് 1K എങ്കിലും അടിക്കാത്ത ഒരു ഷോർട്സ് നമ്മുടെ ചാനലിൽ ആദ്യം വളരെ കുറവാണ്. അതിൽ ചെറിയ കുട്ടികളുടെ ഷോർട്സ് ഇടുന്ന സമയത്താണ് വ്യൂസ് അധികം കിട്ടാണ്ടുന്നത്. അപ്പോൾ അത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് എങ്ങനെയാണെങ്കിലും നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. ഒരു വീഡിയോക്ക് 1.2 lakh വ്യൂസ് ഒക്കെ കിട്ടി. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ കാര്യമാണ്. കാരണം ഇത്രയും ആൾക്കാർ നമ്മളുടെ വീഡിയോ കാണാൻ, കാരണം അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്മളുടെ വീഡിയോ ഇത്രയും ആൾക്കാർ കാണുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വ്യൂസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ലോങ് വീഡിയോസും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അധികം ലോങ് വീഡിയോസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. കാരണം എനിക്ക് ഷോർട്സിൽ തന്നെ കുറേ വ്യൂസ് കിട്ടുമ്പോൾ ഞാൻ അതിലേക്കായി പോയി കൂടുതൽ ശ്രദ്ധ. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഷോർട്സ് ചെയ്യുന്നതാണെങ്കിൽ ഷോർട്സും ലോങ് വീഡിയോസും ഒരുപോലെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ വാച്ച് അവർ കൂടാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോസ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാനിങ്ങനെ രണ്ടും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തു വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഷോർട്സ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ വ്യൂസ് കയറുന്നുണ്ട്. 1K എങ്ങനെയാണെങ്കിലും ജസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ, യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ 500, 400 ജസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ ഫസ്റ്റ് വ്യൂ തന്നെ അത്ര കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് 1K 2K അങ്ങനെ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഷോർട്സ് ഇടുന്ന വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഒരു ഷോർട്സ് ഇട്ട സമയത്ത് ഒരു 10 17 അങ്ങനെയൊക്കെ വ്യൂസേ കാണുന്നുള്ളൂ. അതെനിക്ക് ഭയങ്കര കാരണം ഞാൻ അത്രയും നല്ലൊരു ഷോർട്സ് അത് ഇട്ടത്. നമ്മൾ ഓൺ വോയിസിൽ കൊടുക്കുന്ന ഷോർട്സിനൊക്കെ നല്ല വ്യൂസ് ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതെന്താ പെട്ടെന്ന് ഷോർട്സിന് വ്യൂസ് ഇല്ലാലോ എന്ന് വെച്ച് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അവിടെ തൊട്ടാണ് എൻ്റെ ഈ മിസ്റ്റേക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഈ ഷോർട്സുകൾ ആദ്യം ഇട്ടിട്ട് വ്യൂസ് ഇല്ലെങ്കിൽ അത് അപ്പോൾ ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ റീ അപ്ലോഡ് ചെയ്യും. ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ പിന്നെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ എവിടെയൊക്കെയോ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാനത് അത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം ഞാൻ അത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വ്യൂസ് കുറവാണെങ്കിൽ ഞാൻ അപ്പം ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്യും. ചിലത് പെട്ടെന്ന് കയറിപ്പോവും. ആദ്യം 10 17 വ്യൂസ് ഉള്ളത് ഞാൻ റീ അപ്ലോഡ് ചെയ്ത സമയത്ത് 400 500 1K അങ്ങനെ അങ്ങ് കയറിപ്പോവും. പക്ഷേ എൻ്റെ ചാനലിനെ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. പിന്നെ ഇടുന്ന ഷോർട്സുകൾക്കൊക്കെ വളരെ ശോകമായ വ്യൂസുകളാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. എന്താ അങ്ങനെ സംഭവിച്ചെന്നൊന്നും അറിയാണ്ട് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് യൂട്യൂബുമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന 2 പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചത് എന്നോടത്ത്, വീഡിയോസ് ഡിലീറ്റ് ചെയ്യാറുണ്ടോ? എൻ്റെ അടുത്ത് ഉത്തരമുണ്ട്, യെസ്, ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം ഡിലീറ്റ് ചെയ്യും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടത്തരായിരുന്നു ഈ വ്യൂസ് കിട്ടാത്ത ഷോർട്സുകൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും
അങ്ങനെ ഷോർട്സിന് വ്യൂസ് കിട്ടിയില്ല അല്ലെങ്കിൽ വീഡിയോസിന് വ്യൂസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ചാനലിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാനത് ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വീഡിയോസ് കുറേതൊക്കെ കയറിപ്പോവും, കുറച്ചൊക്കെ ശോകാവസ്ഥയിൽ തന്നെ നിലനിൽപ്പുണ്ട്. ചില വീഡിയോസ് 1-2 ദിവസം കഴിഞ്ഞാൽ 1K എത്തിക്കഴിഞ്ഞാൽ പിന്നെ 3.2K 4K 6K എന്നെല്ലാം പറഞ്ഞിട്ട് കയറി പോകുന്നുണ്ട്. പഴയ ചില വീഡിയോസുകൾ ഇപ്പോൾ റീച്ചായി പോകുന്നുണ്ട്. അപ്പൊ ആരും തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്സ് ഓർ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീഡിയോ റീച്ച് ആവുകയും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണ്ടന്റ്, നമുക്ക് ഏത് കണ്ടന്റ് ആണോ ചെയ്യാൻ പറ്റുന്നത് ആ കണ്ടന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഒരു ബ്രേക്ക് എടുക്കാൻ പാടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ഒരു ദിവസം എത്തും. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളുണ്ടാവില്ലേ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്താം. അപ്പൊ ശരി, ബൈ.